അതല്ലേ ഇവരെ ഇവിടെ എത്തിച്ചത്. എന്തായാലും പൂജയിൽ പങ്കെടുക്കട്ടെ, കോക്കുലും അർച്ചനയും കൂടുതൽ എടുക്കട്ടെ. ഇനി നമ്മളായിട്ടൊന്നും ചെയ്യണ്ട, ഈശ്വരനായി തന്നെ എല്ലാം ചെയ്തോളൂ. പരസ്പരം വേർപിരിഞ്ഞു പോകുന്നതിന് മുമ്പുള്ള അവസാന യാത്രയാണിതെന്ന് ഞാൻ എങ്ങനെ ഗോകുലിനോട് പറയും? മോളിക്കുട്ടി, കുറച്ചും കൂടി സ്പീഡിൽ പോവാട്ടോ. ഇങ്ങനെ പോയാലേ സമയത്തിനെത്തും തോന്നില്ല. ഇതേ 3 ചക്രമുള്ള ഒരു കൊച്ചു വണ്ടിയാണേ. ഈ വണ്ടിയിലേ ഇങ്ങനെയൊക്കെ പറ്റൂ. ആരോ കുറച്ചു നേരമായിട്ട് നമ്മുടെ പിന്നാലെ ഉണ്ടല്ലോ. നീയേ ഒന്ന് മുറുക്കെ പിടിച്ചിരുന്നോ. അവരങ്ങനെ ഒരുപാട് മുന്നോട്ട് പോയാൽ പറ്റത്തില്ല. ഇവിടെ ഇട്ട് തീർക്കണം രണ്ടിനെയും. നീ ഒന്ന് ചവിട്ടി കയറ്റി ആ ഓട്ടോയുടെ മുമ്പിൽ നിർത്ത്. ഇതെന്തോ വലിയ പണിയാണല്ലോ. അയ്യോ, നാശം പിടിക്കാനായിട്ടും വണ്ടി എടുക്കണം അങ്ങോട്ടും. അവളുമാര് പുറത്തോട്ട് പോയിട്ടുണ്ട്. നീ ഈ കട്ടോട് വഴി കേട്ടാ. മൂന്ന് വർഷത്തിലൊരിക്കൽ മാത്രമേ ഇവിടെ നട തുറക്കൂ. പ്രധാനമായും നടക്കുന്നത് ദാമ്പത്യ പൂജയാ. ധാരാളം കുടുംബങ്ങൾ പങ്കെടുക്കുന്ന പൂജയാ അത്. പ്രധാനമായും ദാമ്പത്യ പൂജ എന്ന് പറയുമ്പോൾ പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് ഗുണമുണ്ടാവും അല്ലേ തിരുമേനി? എന്താ സംശയം? 100% വിജയം, അതിൽ കുറയില്ല. അതാ ഇവിടുത്തെ ശക്തി. എത്രയെത്ര കുടുംബങ്ങളായി ഇപ്പൊ സന്തോഷമായി ജീവിക്കുന്നതെന്നറിയാമോ? ഭാര്യാഭർത്തൃക്കൾക്കിടയിൽ വരുന്ന പിണക്കങ്ങൾ, അകന്നുപോക്ക്, സ്വരച്ചേർച്ചയില്ലായ്മ, അങ്ങനെ ഏത് കാര്യത്തിനും ഈ പൂജ കൊണ്ട് പരിഹാരമുണ്ടാവും. മൂർത്തി, കാര്യങ്ങളൊക്കെ എന്തായി? നാളെ മുതൽ ഇവിടെ പൂജയും പരിപാടിയൊക്കെ. പിന്നെ സിത്താര ഇതുവരെ എത്തിയിട്ടില്ല. വിളിച്ചു നോക്കിയപ്പോ കുറച്ചുകൂടി വൈകിയേ എത്തുള്ളൂ എന്നാ പറഞ്ഞത്. വരുമ്പോ വരട്ടെ, എന്തായാലും കണ്ടല്ലേ പറ്റൂ. ഇവിടെ എവിടെയാ താമസ സൗകര്യമൊക്കെ? അമ്പലത്തിന്റെ തന്നെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. എങ്കിൽ പിന്നെ അങ്ങോട്ട് പോവാം. സിത്താര വരുമ്പോ എന്നെ അറിയിച്ചാ മതി. ശരി. നിങ്ങളെന്താ ഇവിടെ? അമ്മയുടെ ഒരു നേർച്ചയാ ഇവിടുത്തെ ദമ്പതി പൂജയിൽ പങ്കെടുക്കണമെന്ന്. അങ്ങനെ വന്നതാ. അല്ല, അവന്തിക്ക് എന്താ ഇവിടെ? എനിക്കിവിടെ ഒരാളെ കാണാനുണ്ടായിരുന്നു. പിന്നെ തൊഴുത് പൂജയൊക്കെ കണ്ടിട്ട് പോവാന്ന് കരുതി. നിങ്ങള് പൂജയ്ക്ക് വന്നത് നന്നായി. അത്രയ്ക്കും ശക്തിയുള്ള പൂജയെന്നാ കേട്ടിട്ടുള്ളത്. സമൃദ്ധയുടെ ഇപ്പോഴുള്ള കൺഫ്യൂഷനൊക്കെ മാറ്റും. എന്നാ ഞങ്ങള് ആയിക്കോട്ടെ, സമയം പോലെ സമൃദ്ധ ഇറങ്ങ്.
നമുക്ക് കുറച്ച് സംസാരിച്ചിരിക്കാം. വാ. ഭാര്യയും ഭർത്താവും അല്ലാത്ത രണ്ടുപേര് ദാമ്പത്യ പൂജയിൽ പങ്കെടുക്കുന്നു. കേട്ടതൊക്കെ ശരിയാണെങ്കിൽ ഇത് വലിയൊരു പൂജയാ. ഉറപ്പായും ഫലം കിട്ടുന്ന പൂജ. ഈ പൂജയോടെ ഗോകുലു അർച്ചനയെ നല്ല പോലെ അടുക്കും. അപ്പോ സച്ചിയുടെ കാര്യം മൊത്തത്തിൽ ഗോവിന്ദ. ഇവളും സച്ചിയും അടുക്കുന്നത് ഈശ്വരന് പോലും ഇഷ്ടമല്ലെന്നാ തോന്നുന്നത്. അതല്ലേ ഇവരെ ഇവിടെ എത്തിച്ചത്. എന്തായാലും പൂജയിൽ പങ്കെടുക്കട്ടെ. ഗോകുലു അർച്ചനയും കൂടുതൽ അടുക്കട്ടെ. ഇനി നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. ഈശ്വരനായി തന്നെ എല്ലാം ചെയ്തോളൂ. പണി പാളിയല്ലോ. ദേവമാര് കയ്യില് വടിവാളും വാക്കത്തിയൊക്കെ ഉണ്ട്. എന്റെ നാഗദൈവങ്ങളെ, നമ്മളിനി എന്ത് ചെയ്യും മോളിക്കുട്ടി? ഓട്ടോ തിരിച്ചു പോയാലോ? അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മര് ജീപ്പെടുത്ത് പുറകെ വരും. അയ്യോ, എന്റെ കൈയും കാലൊക്കെ വിറയ്ക്കുന്നു. മേടിച്ചു നിന്നിട്ട് കാര്യമില്ല കൃഷ്ണ. തളർന്നു പോയാലേ പോയി. മോളിക്കുട്ടി സൂക്ഷിച്ച്. മൂട്ട പോലുള്ള ഈ ഓട്ടോയില് ഞങ്ങളെ വെട്ടിച്ച് രക്ഷപ്പെടാന്ന് കരുതിയോ? ഈ കല്ലമ്പാറ കാട് മുഴുവൻ കൈവെള്ളയിലെ രേഖ പോലെ ടാർസന്. വണ്ടി എടുത്ത് മാറ്റടാ. ഞാഞ്ഞൂലും 10 വിടർത്താൻ തുടങ്ങിയോ? വേട്ടി നേരത്തെ രണ്ടിന്. അയ്യോ,